ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പറവൂരിലെ പരിസര പ്രദേശങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കോടതിയിൽ നിയമ നടപടിക്കൊരുങ്ങി NH-66 ജനകീയ വികസന സംരക്ഷണ സമിതി. ഇതിന്റെ ഭാഗമായി ദുരിതബാധിതരായ പ്രദേശവാസികളെയും കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ച് സമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പെരുമ്പടനയിൽ മുഖ്യ കവാടവും അടിപ്പാതയും അനുവദിച്ചു കിട്ടണമെന്ന ആവശ്യവും സമിതി ഉന്നയിക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പെരുമ്പടന്ന കഞ്ചാവ് പറമ്പ് പരിസര പ്രദേശങ്ങളിലുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനും പെരുമ്പടന്നയിൽ മുഖ്യ കവാടവും അടിപ്പാതയും അനുവദിച്ചു കിട്ടുന്നതിനുമായി ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനുള്ള യോഗം NH-66 ജനകീയ വികസന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. വെള്ളക്കെട്ട് മൂലം ദുരിതബാധിതരായ സമീപവാസികളും പ്രദേശത്തെ കൗൺസിലർമാരും പങ്കെടുത്ത യോഗത്തിൽ കൗൺസിലർമാരായ D. രാജ്കുമാർ, ജെസി രാജു, ജ്യോതി ദിനേശൻ, സമരസമിതി നേതാക്കളായ ബോബൻ വി. എസ്, കെ. രാമചന്ദ്രൻ, സുധീഷ് തോപ്പിൽ, തോമസ് PL, കൃഷ്ണകുമാർ, ഗണേശൻ G എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ മാത്രമല്ല, വെള്ളക്കെട്ട് നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളുമുണ്ട്. ആ പ്രദേശങ്ങളും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല വെള്ളക്കെട്ട്, നഗരസഭയിൽ 1-ാം വാർഡ് മുതൽ ഇത് കടന്നു പോകുന്ന എല്ലാ ഇവിടത്തെ ഈ കൽവർട്ട് പണിതേക്കുന്നതിന്റെ തെക്കോട്ടേക്ക് ഭൂമി കുഴിച്ചിട്ടാണ് പണിതേക്കുന്നത്. അവിടുന്ന് വടക്കോട്ടേക്ക് പണിതേക്കുന്നത് ഭൂമി ലെവലിനേക്കാളും 6 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് കാണ പണിതേക്കണേ. അപ്പൊ ആ കാണേന്നുള്ള വെള്ളം കൂടി പുറത്തേക്കാണ്. നമ്മുടെ ഇവിടെ ഒരിക്കലും ആ പൊക്കത്തിലുള്ള കാണയിലേക്ക് ഈ വെള്ളം ഒഴുകി പോകില്ല. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ഗ്രാമീണ അടിച്ച് നികത്തി, അത് കൂടാതെ NH-ന്ന് വന്ന നമ്മുടെ ഹൈവേയിലേക്ക് കയറുന്ന വെള്ളം, ഹൈവേന്ന് സർവീസ് റോഡിലേക്ക് വന്ന വെള്ളം അത് ഒഴുകി നമ്മുടെ ഈ ഭാഗത്തേക്കാണ് വന്നത്. അത് ഭയങ്കര വെള്ളക്കെട്ട് പ്രശ്നം. ന്യൂസ് ബ്യൂറോ, പറവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,